ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വ്ലോഗ് എന്തായിരുന്നു? അച്ഛൻ്റെ ബർത്ത്ഡേ വ്ലോഗായിരുന്നു, ട്രിവാൻഡ്രം ടു വർക്കല. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു റിവ്യൂ വ്ലോഗാണ് ഇങ്ങോട്ട് പ്രോഡക്റ്റ്. അത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല, അതിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. അച്ഛന് കൊടുത്ത ഗിഫ്റ്റ് ആണ്. അവന്റെ 30th ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ആണ്. അപ്പൊ ഗിഫ്റ്റ് അവന്റെ സർപ്രൈസ് ഒന്നും അല്ലായിരുന്നു. എന്ത് വാങ്ങണം എന്നുള്ളത് എന്റെ ചോയ്സ് ആയിരുന്നു, അതിനേത് വാങ്ങണം എന്നുള്ളത് അച്ഛന്റെ ചോയ്സ് ആയിരുന്നു. കാര്യം കുറെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഞാൻ അത് വാങ്ങിച്ചത്. നിങ്ങൾ ഓൾറെഡി തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും എന്താണ് സാധനം എന്നുള്ളത്. അച്ഛൻ ഒരുപാട് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എല്ലാ ദിവസവും രാത്രി ഒരു സിനിമ കണ്ടിട്ട് കിടക്കുന്ന ആളാണ് അച്ഛൻ. അപ്പൊ അച്ഛൻ്റെ കൂടെ വന്നതിന് ശേഷം ഞാനും ഒരു ഡെയിലി റുട്ടീനായിട്ട് മാറിയിട്ടുണ്ട്, എന്നും രാത്രി ഒരു സിനിമ കാണുക എന്നുള്ളത്. അപ്പൊ നമ്മളത് സ്വാഭാവികമായിട്ട് നമ്മൾ റൂമിലിരുന്ന് കാണാനാണ് നമ്മൾ ശ്രമിക്കാറ്. അപ്പോൾ ലാപ്ടോപ്പിലാണ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചു കുറച്ചും കൂടി വലിയ രീതിയിൽ കണ്ടുകൂടെ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ വന്നപ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്തു. ആൻഡ് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കിരണിന്റെ വീട്ടിൽ ഈ സെയിം പ്രോഡക്റ്റ് ഇരിക്കുന്നുണ്ടോ. അപ്പൊ അങ്ങനെ എന്നാൽ നമുക്കിത് വാങ്ങിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ കപ്പിൾസിനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലി ആയിട്ടും ഒക്കെ എൻജോയ് ചെയ്ത് ഒരു ടൈം, നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഒരു ടൈം കിട്ടാൻ ഇത് ഭയങ്കര ഒട്ടും ഹെൽപ്ഫുൾ ചെയ്യും. സോ അത് വേറൊന്നുമല്ല, ഞാൻ വാങ്ങിച്ചത് ഒരു പ്രൊജക്ടറാണ്. മൂവി തിയേറ്റർ, ഒരു മിനി മൂവി തിയേറ്റർ നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ അത് സർപ്രൈസ് ഒന്നും അല്ല, ഇതുവരെ സർപ്രൈസ് ഒന്നും ഞാനും അച്ഛനും അങ്ങോട്ട് പരസ്പരം കൊടുത്തിട്ടില്ല. എപ്പോഴും നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതൊരു പ്രയോജനമാകണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാനും അച്ഛനും. ആൻഡ് എനിക്ക് ഈ പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ആൻഡ് അതിന്റെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസും അതിന്റെ പ്രൈസും ബാക്കി കാര്യങ്ങളും സ്പെസിഫിക്കേഷനും എല്ലാം അച്ഛനെ നമുക്ക് വിളിച്ചിട്ട് സംസാരിക്കാം. സോ ഹോപ്പ് അച്ചു ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം നമുക്ക് നമ്മുടെ റൂമിലിരുന്ന് തന്നെ ഒരു മിനി തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. സോ യാ, അപ്പൊ നമുക്ക് എന്തായാലും റിവ്യൂയിലോട്ട് കടക്കാം. അപ്പൊ അച്ചു കം ഓൺ പ്ലീസ്, വെൽക്കം ടു മൈ വ്ലോഗ്. ഗെറ്റപ്പൊന്നും വേണ്ട, വാ. നിനക്ക് പൊക്കെ ശരിയാകും പോയി. ഞാൻ ഫ്രെയിമിലുണ്ടോ നോക്കട്ടെ. ആ ഉണ്ട്. അച്ചു, how's the gift? അല്ല, ഇത് നമ്മൾ നോക്കി അത്യാവശ്യം റിസർച്ച് ഒക്കെ ചെയ്തിട്ട് മേടിച്ചാണ്. അച്ഛന് ക്വാളിറ്റി ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് അച്ഛൻ. എനിക്ക് സൗണ്ട്, സിനിമ കാണുമ്പോൾ സൗണ്ടും ഈ പറയുന്ന പോലെ വിഷ്വൽ ക്വാളിറ്റിയും എനിക്ക് അത് മസ്റ്റായിട്ടും വേണം. ഞാൻ അല്ലെങ്കിൽ കാണില്ല. അപ്പൊ എനിക്ക് പ്രൊജക്ടറിൽ കാണുമ്പോ അതിന് ഇരുട്ട് വേണം. അപ്പൊ പിന്നെ ഈ പോരാഞ്ഞിട്ട് എന്താ പറയാ, അങ്ങനെയുള്ള വേറെ കുറെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കിരൺ അത് മേടിച്ച് ഞങ്ങൾ ഒരു ദിവസം കിരണിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവൻ ഇത് സ്ട്രീം ചെയ്ത് കാണിച്ചു തന്നു. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു. മീൻസ് ഇരുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ തിയേറ്റർ ഫീൽ കിട്ടും. പിന്നെ നമുക്ക് ടി വിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ലാത്ത അത്രയും സൈസ് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ സോ ഇത് വെച്ചിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും, സ്ക്രീൻ സൈസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആണ് ഇത് മേടിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ഞങ്ങൾ കോമ്പറ്റീഷനിൽ ഞങ്ങൾ അന്വേഷിച്ച്, അതായത് റിസർച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 ഐറ്റമാണ് കോമ്പറ്റീഷനിൽ വന്നത്, അതായത് ടൈം മൂഡിൽ വന്നത്. അതിനകത്ത് തന്നെ കുറച്ചും കൂടി കളറും കോൺട്രാസ്റ്റും കാര്യങ്ങളും എല്ലാം കൂടുതലുള്ള കുറച്ചും കൂടി ഡെപ്ത് ഉള്ള പ്രൊജക്ടറാണ് മേടിച്ചത്. ഒന്ന് ഈ ഗേറ്റ് ആറ്റം 3X ആണ്, 4X, 2 സാക്കോ യുവാഗോ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ടർ. അപ്പൊ നമ്മൾ അതിന് കുറച്ചും കൂടി ബ്രൈറ്റ്നസ് അല്ല, കുറച്ചും കൂടി മറ്റേ ബ്രൈറ്റ്നസ് കൂടുതലാണ്, ഇതിൽ കുറച്ചും കൂടി ഷാഡോസും ഡെപ്തും ഒക്കെ കൂടുതലാണ്. അപ്പൊ അത് വരുന്ന സാക്കോ യുവാഗോ മാക്സ് ആണ് നമ്മൾ മേടിച്ചത്. അപ്പൊ അതാണിത്. ബാക്കി നമ്മൾ കാണിച്ചത് മൈജി, ഓക്സിജൻ, നന്ദില ജിമാർട്ടിലൊക്കെ പോയി അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയത്. പിന്നെ ഓൺലൈനിലായിട്ട് നമ്മൾ റിസർച്ച് തുടങ്ങി. അച്ചു തന്നെയാണ് അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കി കണ്ടുപിടിച്ചെടുത്തത്. ഒരുപാട് ഇതിനെ പറ്റിയുള്ള റിവ്യൂസിന്റെ വീഡിയോസ് കണ്ടു. അതിനുശേഷമാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് നമ്മൾ എത്തിയത്. അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഒന്നുകൂടെ അച്ചു ഒന്ന് പറഞ്ഞു കൊടുക്കൂ. കാര്യം ഇത് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക, ഇത് അത്യാവശ്യം എമൗണ്ട് ഉണ്ട്. കാര്യം 10K എബോവ് ഉള്ളൊരു പ്രോഡക്റ്റ് ആണിത്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഒരു വില നോക്കി നമ്മൾ കുറച്ച് വാങ്ങിച്ച നമ്മൾ ആ കാണുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടി അത്ര കിട്ടില്ല. 2500 ഉണ്ട്. പക്ഷെ അത് മേടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സിനിമ മിനിമം 1080p കാണണം എന്നുള്ളതാണ് മിനിമം. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇവനൊരു മൂവി ലവർ ആയതുകൊണ്ട് ഇവന് ക്വാളിറ്റിയിൽ സാക്രിഫൈസ് ചെയ്യാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്
ശരി നമുക്ക് എന്നാ ബഡ്ജറ്റ് നോക്കേണ്ട നല്ലൊരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള തീരുമാനത്തിലെത്തിയത്. ചിലർക്കുണ്ട് അങ്ങനെ ഇല്ല, ജസ്റ്റ് ആ ഒരു ആംബിയൻസും ആ ഒരു വൈബും മാത്രം കിട്ടിയാൽ മതി എന്ന് തോന്നുന്നവർക്ക് 2500 വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഒരു മിനി തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ആ പ്രോഡക്റ്റ് എത്രത്തോളം ഈട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനിപ്പോ 1 year വാറന്റി ഉണ്ട്, വാറന്റി കാർഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഈ സാധനം നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തായിരുന്നതാണ്. ഇതൊരു യുവാഗോ മാക്സിന്റെ പ്രൊജക്ടർ ആണ്. അതിന്റെ ഒരു പെട്ടി വരുന്നത്. പെട്ടിക്കകത്ത് ഇവിടെ വൺ ഇയർ വാറണ്ടി അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് നേറ്റീവ് 1080p HD ഫുൾ HD ആണ് വരുന്നത്. പിന്നെ 4K HDR സപ്പോർട്ടാണ്. മീൻസ് 4K HDR സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇത് മറ്റേ നമുക്ക് ആമസോൺ പ്രൈമിലോ നെറ്റ്ഫ്ലിക്സിലോ ഒന്നും 4K ഇത് കിട്ടില്ല, 4K സപ്പോർട്ട് ഇല്ല. പകരം നമുക്ക് യൂട്യൂബിൽ HDR കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഇത് 4K HDR സിഗ്നൽസ് ഇത് റിസീവ് ചെയ്തിട്ട് 1080p ആയിട്ട് നമ്മൾ കാണിക്കണം. വിച്ച് മീൻസ് ഒരു 2Kക്ക് താഴെയുള്ള ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടും, നമുക്കത് ഫീൽ ചെയ്യും. ഇപ്പൊ നമ്മൾ സിംപിളി പറയുവാണെങ്കിൽ ഒരു 720p നെഗറ്റീവ് വരുന്ന പ്രൊജക്ടർ ചെയ്യുന്നത് 1080p സിഗ്നൽസ് എടുത്തിട്ട് 720p ആയിട്ട് നമ്മൾ കാണിക്കുകയാണ്. അപ്പൊ 720pനേക്കാൾ ക്വാളിറ്റി അതിനുണ്ടാവും. അതേ പരിപാടി തന്നെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. 4K സിഗ്നൽസ് എടുത്തിട്ട് 4K വിഷ്വൽസിന്റെ സിഗ്നൽസ് എടുത്തിട്ട് 1080p ആക്കി കംപ്രസ് ചെയ്ത് നമ്മൾ കാണിക്കും. അപ്പൊ 1080pനേക്കാൾ ക്വാളിറ്റി ഉണ്ടാവും, താനും 4K വരെ എത്തൂല്ല. അതാണ് HDR സിഗ്നൽസ് തന്നെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ക്വാളിറ്റി തന്നെ കാണാം. പിന്നെ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായം പറയാനാണെങ്കിൽ നല്ല ഡെപ്ത് ഉണ്ട്, നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്. അത്യാവശ്യം സിനിമ അത്യാവശ്യം നല്ല കുറച്ചും കൂടി വലിയ ഭിത്തി ആയിരുന്നെങ്കിൽ, കുറച്ചും കൂടി വലിയൊരു വൈറ്റ് ഭിത്തി ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡെപ്തിൽ ഇത് കാണാമായിരുന്നു. പക്ഷെ ഞാൻ അതിനുള്ള സെറ്റപ്പ് പിന്നീട് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇതുപോലെ തന്നെ നേറ്റീവ് 1080p ഫുൾ HD ആണ്. ആൻഡ്രോയിഡ് 13 ആണ് ഇന്റർഫേസ് വരുന്നത്. ഓട്ടോ ഫോക്കസ് ഉണ്ട്, ഓട്ടോ കീ സ്റ്റോൺ കറക്ഷൻ ഉണ്ട്. കീ സ്റ്റോൺ കറക്ഷൻ എന്ന് പറയുമ്പോൾ ഫോക്കസ് ഓട്ടോ ഫോക്കസ് ആണ്, തന്നെ ഫോക്കസിലേക്ക് വരും. നമുക്ക് മാനുവലി റിമോട്ടിലും നമുക്ക് ഫോക്കസ് കൺട്രോൾ ചെയ്യാം. രസമുള്ള പരിപാടിയാണ്, നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ്. അതേപോലെ തന്നെ ഓട്ടോ കീ സ്റ്റോൺ എനിക്ക് അത്ര ഭീകര അതത്ര ഭീകര വർക്കായിട്ട് ഫീൽ ചെയ്തില്ല. ഞാൻ മാനുവലി തന്നെ കറക്റ്റ് ചെയ്യുന്നത്. മാനുവലി കറക്റ്റ് ചെയ്തത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഫീലിങ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ 270 റൊട്ടേഷൻ നമുക്ക് അതിന്റെ ഇത് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ലൈവ് TV അത് കാര്യമില്ല. Wi-Fi 6 ഉണ്ട്, ബ്ലൂടൂത്തിന്റെ കണക്ടിവിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ സൗണ്ട് ബാർ ഉണ്ട്, നമ്മുടെ 2.1 ഉണ്ട്. നമ്മളത് കണക്ട് ചെയ്തിരുന്നത് ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ടാണ്. ബോക്സ് തുറന്നു കഴിഞ്ഞിട്ട് അത് പറയാം. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്ന അച്ഛനായിരിക്കും, കാരണം എനിക്ക് ഇങ്ങനെ ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. അച്ഛനാവുമ്പോൾ അറിയില്ല. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ല പാക്കിംഗ് ആണ്, നല്ല പാക്കിംഗ് ആണ്, ഭയങ്കര സെക്യൂർ ആയിട്ട് ഫ്രജൈൽ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് പിന്നെ കിട്ടുന്നതാണ് നമുക്ക് ബോക്സ് ഉണ്ട്. ബോക്സിനകത്ത് നമുക്ക് ഇതിന്റെ കേബിൾസ് ഉണ്ട്. അതെ, പിന്നെ ബോക്സിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന പോലെ ഇതിനകത്ത് വരുന്നത് മറ്റേ ഡാറ്റ കമ്പനി ഇതിന്റെ പവർ കേബിളാണ്. പവർ കേബിൾ ഉണ്ട്, പിന്നെ ഗ്യാരണ്ടി കാർഡ്, വാറണ്ടി കാർഡ്, പിന്നെ റിമോട്ട് ഉണ്ട്. റിമോട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. റിമോട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ആണ് നമ്മുടെ പ്രൊജക്ടർ വരുന്നത്. ഇതുപോലെ ഒരു പാക്കിംഗ് ഇതാണ്. അത്യാവശ്യം ഹെവിയാണ്, അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പോർട്ടബിൾ നമ്മൾ കാണുന്ന ആപ്പിൽ നിന്ന് കാണുന്ന പോലത്തെ ഒരു ലൈറ്റ് ഡിവൈസ് അല്ല. ഇത് കുറച്ചും കൂടി പറഞ്ഞ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി സൈസ് ഉണ്ട്. പക്ഷെ രൂപം ഏകദേശം അതുപോലെ കണ്ടോ. ഇതാണ് പ്രൊജക്ടർ. ഇത് എങ്ങനെ ടിൽറ്റ് ചെയ്യാം, മേളിലേക്ക് ടിൽറ്റ് ചെയ്യാം. ഇതാണ് 260 റൊട്ടേഷൻ അവർ പറഞ്ഞേക്കുന്നത്. അത് 260 അല്ലേ, തിരിച്ചു അതെ 270 റൊട്ടേഷൻ. 270 റൊട്ടേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നമുക്കിത് ടോപ്പിലേക്ക് ഇങ്ങനെ വെച്ച് കിടന്നു കാണാം. ഭിത്തിയിലേക്ക് ഇങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ വാളിലേക്കാണ് പ്രൊജക്ഷൻ ചെയ്യുന്നത്. അവിടെ സ്ക്രീൻ വെച്ചാൽ കുറച്ചുകൂടി ക്വാളിറ്റി കിട്ടുന്നത്. ഇതാണ് ഡിവൈസ്. ഡിസൈനൊക്കെ അടിപൊളിയാണ്. മീൻസ് ഞാനിത് മറ്റേ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ എനിക്ക് ആ ടൈപ്പ് പ്രൊജക്ടേഴ്സ്, എനിക്ക് സ്ക്വയർ ടൈപ്പ് പ്രൊജക്ടേഴ്സാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മറ്റേ
നമ്മുടെ ഈ ലോക്കൽ സാധനങ്ങളൊക്കെ വരുന്നത് ആ ഡിസൈനാണ് അത്രയും ചെറുതായിരിക്കും ചോദിച്ചാൽ അല്ല ഇത് ഭയങ്കര അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇവിടെ ബ്രാൻഡിങ് ഉണ്ട് സാക്കോ ബ്രാൻഡിങ് അതിന്റെ ഇടയ്ക്കൊരു വഴക്കുണ്ടായി അത് കഴിഞ്ഞിട്ട് വന്നാ അതിന്റെ ഇടയ്ക്ക് ഇത് ഷൂട്ട് ചെയ്യണതിന്റെ ഇടയ്ക്ക് ആർഗ്യുമെന്റ് ആയി ഇതോള് കട്ട് ചെയ്തോളി പക്ഷെ നമുക്ക് എനിക്ക് ഞാൻ ഒരു തുറന്ന പുസ്തകമാണ് ഞാൻ മനസ്സിലായോ ഈ പ്രൊജക്ട് അത് ഈ കാണുന്നതാണ് ഇതിലൊരു ക്യാമറ ഉണ്ട് അത് ഔട്ടോ കീസ്റ്റോൺ കറക്ഷന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ക്യാമറയാണ് ഈ കാണുന്ന ക്യാമറ ഈ ഒരു ക്യാമറ ഉണ്ട് പിന്നെ അത് റിമോട്ട് സെൻസർ ഇത് റിമോട്ടിന്റെ സെൻസർ അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ആ റിമോട്ട് സെൻസേഴ്സ് ഉണ്ട് പിന്നെ ഇതിന്റെ കണക്ടിവിറ്റി പോയിന്റ്സ് വരുന്നത് ഇവിടെയാണ് കേബിള് കുത്തുന്ന ഏരിയ ആണ് ആ സ്ലോട്ടാണിത് കേബിള് ഇതാണ് അതിന്റെ ഇത് വരുന്നത് എന്താ പറയുന്നത് ടിപ്പ് വരുന്നത് ആ പ്ലഗ് അനുസരിച്ച് 2 പിൻ പ്ലഗ് ആണ് വരുന്നത് നമുക്ക് അതിന് ഇതിലിങ്ങനെ അഡാപ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ സാധനത്തെ കുത്തി കഴിഞ്ഞിട്ട് പ്ലഗിങ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം വർക്കൗട്ട് ആവുന്നതായിരിക്കും ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയുന്നത് ഞാൻ അത് എന്തെങ്കിലും പറയാൻ ബാക്കിയുള്ളത് ഇവിടെ പവർ സ്വിച്ച് ഉണ്ട് പവർ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി അതല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത്ര തന്നെ ഉള്ളൂ ഇതിൽ കൂടുതൽ ഇതിനകത്തൊന്നും ഇല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ സൗണ്ട് ബാർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് സൗണ്ട് ബെറ്റർ ആയിട്ട് കിട്ടാനുള്ള ഒരു മാർഗം അത് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഇതാണ് ഇത്രേ ഉള്ളൂ ഇതിൽ കൂടുതൽ ഇതിനകത്തൊന്നും പറയാം ഇനിയിപ്പോ വേണമെങ്കിൽ ഫിക്സ് ചെയ്യുന്നത് ഫിറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ കാണിച്ചു തരാം ഇത് വാങ്ങുമ്പോ ഒരു ട്രൈപോഡും ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും കാരണം ഇത് ഒരിടത്ത് അനങ്ങാതിരിക്കണം ഷേക്ക് വരും ടേബിളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഓട്ടോ കീസ്റ്റോൺ ഡയറക്ഷൻ എപ്പോഴും നമ്മൾ കാണുന്നതിന് സോ ട്രൈപോഡ് ഉണ്ടെങ്കിൽ നമ്മളോട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അനക്കമില്ലാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഇതിങ്ങനെ വിഷയങ്ങളും ജമ്പായിക്കൊണ്ടേ ആദ്യമേ കാണിക്കാൻ വിട്ടുപോയി ഇതാണ് ഇതിന്റെ റിമോട്ട് ഇതിനകത്ത് കുറെ കീസും പരിപാടികളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം ഫിനിഷിലുള്ള റിമോട്ടാണ് നല്ല ടിപ്പൊക്കെ കേട്ടോ ഇതെല്ലാം അത്യാവശ്യം ഇതാണ് പിന്നെ ബ്രാൻഡിങ് ഉണ്ട് സാറ്റക്കോടെ ബ്രാൻഡിങ് ഉണ്ട് പിന്നെ പവർ സ്വിച്ച് ആണിത് പിന്നെ സൗണ്ട് കൺട്രോൾ ചെയ്യാനുള്ള ഹോം ബട്ടൺ സെറ്റിങ്സിൻ്റെ അകത്താണ് വൈഫൈയും പ്രൊജക്ടർ സെറ്റിങ്സും എല്ലാം വരുന്നത് നമ്മുടെ കീ സ്റ്റോൺ കറക്ഷനൊക്കെ നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റുന്ന ഇതിനകത്താണ് അതിനുള്ള കീസാണ് ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ മൗസ് അതായത് നമുക്ക് ഈ ഇത് ത്രൂ അല്ലാതെ മൗസിന്റെ രൂപത്തിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാം അപ്പോൾ അതിനായിട്ടുള്ള കീ ആണിത് ബാക്ക് കീ പിന്നെ വോളിയം ബട്ടൺ പിന്നെ ഈ കാണുന്നതാണ് ഫോക്കസിന്റെ ബട്ടൺ വരുന്നത് ഇതാണ് നമുക്ക് മാനുവലി ഫോക്കസ് പ്ലസ് ആൻഡ് മൈനസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോക്കസ് കൺട്രോൾ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് എസ് എന്താണെന്ന് ഞാൻ ഇതുവരെ എനിക്ക് നോക്കിയിട്ടില്ല അത് പിന്നെ നോക്കിയിട്ട് പറയാം അത് മാത്രമേ എനിക്ക് എന്താണെന്ന് അറിയില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഇത്രേ ഉള്ളൂ ഇതാണ് റിമോട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും